ഇത് നമുക്ക് അടിപൊളി ഒരു മസാലയിൽ നമുക്കൊരു ചിക്കൻ പൊരിച്ചെടുക്കാം. അത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു അൽഫാമിൻ്റെ മസാലയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് മുന്നേ കുറച്ച് ഉണക്കമുളക് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് നമുക്കൊരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞുണ്ടായി. ഇനി അതിലേക്ക് മുളക് ഇട്ടതിൻ്റെ ശേഷം 1 ടീസ്പൂണ് പെരിഞ്ജീരകം, ഒരു വലിയൊരു കഷ്ണം പട്ട, ഒരു 5 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളി. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കിട്ടുകയെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഏതാ കയ്യിലുള്ളതെങ്കിൽ അത് എടുക്കുക. പിന്നെ നമുക്ക് ചെറിയ സബോളയുടെ ഒരു കഷ്ണം, ഒരു 3 ടീസ്പൂണ് മുളകും പൊടി, നല്ല എരിവുള്ള മുളകും പൊടി, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു അൽഫാമിൻ്റെ മസാലയാണിത്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിക്കുക, കുറച്ച് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതന്നെ ഇടണം കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിക്കണാട്ടി മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് മുളക് ഇടുക, കുറച്ച് വേപ്പിൻ്റെ 2 പച്ചമുളക് ഇടണം, കുറച്ച് വേപ്പിൻ്റെ ഇല. അപ്പോൾ എല്ലാം ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ മുളകും വേപ്പിൻ്റെ ഇലയിൽ കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം അത് തരിയൊന്നും ഇല്ലാതെ നമുക്കത് അടിച്ചെടുക്കണം, എന്നാലേ നമുക്ക് ഇറച്ചിയിൽ പിടിക്കുകയുള്ളൂ. അപ്പം ഇത് മസാല തേച്ചിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ നമുക്കിത് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. സമയമില്ല എന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും ഇത് വെക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല പിടിക്കുകയുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മസാല. നമുക്കിത് ചെറിയ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ മൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് അൽഫാമിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടും ചെയ്യും. കണലൊന്നും ഗ്രില്ലൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് അൽഫാമാക്കിയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത് ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ നമുക്ക് മസാല ഉണ്ടാക്കിയിട്ടൊന്ന് എല്ലാവരും ചിക്കൻ വാങ്ങുമ്പോൾ ഈ മസാലയിലൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് അൽഫാമാന്ന് തന്നെ എല്ലാവരും പറയുള്ളൂ. അതേ ടേസ്റ്റും കിട്ടും, അതേ രുചിയും കിട്ടും. നമുക്ക് ആ മസാല ഒക്കെ നമുക്ക് ഇറച്ചിയിൽ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നവരെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. അത് അരച്ച് കഴിഞ്ഞാൽ ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി കല്ലുപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ ഈ മസാലക്ക് കല്ലുപ്പാണ് ടേസ്റ്റ്, എന്തായാലും കല്ലുപ്പ് തന്നെ ഇടണം. അതേപോലെ നമുക്ക് എല്ലാ ഇറച്ചിയിൽ ഇതേപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് ഉണ്ടെങ്കിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കാനുള്ള സമയം കൂടി നമുക്കിത് കിട്ടണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കുകയുള്ളൂ. ഇനി നമുക്കതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇതേപോലെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2-3 ടീസ്പൂൺ എണ്ണ മതി. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് അടുപ്പത്ത് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഗ്യാസുമ്മലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ അടുപ്പത്ത് വിറകടുപ്പിലൊക്കെ ആകുമ്പോൾ അത് ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടും. അപ്പം എന്തായാലും ഇത് അൽഫാമിൻ്റെ ടേസ്റ്റിൽ കിട്ടും ചെയ്യും. കൂടുതൽ എണ്ണയിൽ പൊരിച്ചെടുത്താൽ അങ്ങനെ ആവില്ല. അപ്പം എല്ലാവരും എന്തായാലും ഇത് ഈ മസാലയിൽ ഒന്ന് ചിക്കൻ വാങ്ങുമ്പോൾ 2 കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കൂടുതൽ എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കത് പൊരിച്ചെടുക്കാനും പറ്റും. ഇത് മൂടിയിട്ട് പൊരിക്കണ്ട, മൂടിയിട്ട് പൊരിച്ചാൽ ഇതിന് ഗ്രേവി ഇറങ്ങി വരും. മൂടൊന്നും ചെയ്യാതെ ചെറിയ തീയിലിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. നമുക്ക് പുറത്തുനിന്നൊക്കെ അൽഫാം വാങ്ങി കഴിക്കാൻ പേടിയില്ല. ഇതേപോലെ നമുക്ക് വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാം. അൽഫാമിൻ്റെ മസാല തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ ആദ്യം 2 കഷ്ണം കൂടുതൽ ഇട്ടിട്ടൊന്നും ഇത് വേവിച്ചെടുക്കാൻ പറ്റില്ല. 1-2 കഷ്ണം ഇട്ടിട്ട് നമുക്കിത് പോലെ ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതലൊക്കെ ആകുമ്പോൾ നമുക്കത് കരിഞ്ഞു പോവുകയും ചെയ്യും, മസാല ഒക്കെ കരിഞ്ഞു പോവും. പിന്നെ മൂടി വെച്ചാൽ ഗ്രേവി ഉണ്ടാവും ചെയ്യും. ഗ്രേവി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ നമുക്കിത് അൽഫാമിൻ്റെ മസാല നമുക്ക് ഇതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അൽഫാം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ മസാലയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുത്താൽ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.